കാവേരി നദീജല പ്രശ്നത്തിൽ കർണാടക ശാന്തമാകുന്നു. ബംഗളൂരു നഗരത്തിൽ നിരോധനാജ്ഞ തുടരുകയാണ്. കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും കുഞ്ഞപ്പൻ ചേരുന്നുണ്ട്. കുഞ്ഞപ്പൻ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? കേന്ദ്രസേനയുടെ ഇത് പ്രത്യേകിച്ചും ഇന്നലെ സംഘർഷം നടന്ന സ്ഥലങ്ങളിലും സംഘർഷം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും സംഘർഷത്തിന് ശാന്തത അയവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെഗനഹള്ളി, ഇന്നലെ വെടിവെപ്പ് നടന്ന ഹെഗനഹള്ളിയില് ബാംഗ്ലൂരിനടുത്തുള്ള കട്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്യാം. ഒരു സെക്കൻഡ്. കുഞ്ഞപ്പനാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകത്തിൽ സംഘർഷത്തിൽ ഇളവ് വന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംഘർഷത്തിൽ ഇളവ് വന്നാൽ KSRTC സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ അറിയിച്ചു. തെക്കൻ കേരളത്തിലേക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് എത്തുന്ന രീതിയിൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതായി മന്ത്രി അറിയിച്ചു. നിലവിൽ ബംഗളൂരുവിലുള്ള KSRTC ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നാൽ മാത്രമേ ഓഫീസ് തുറന്ന് സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ കഴിയൂ. സ്ഥിതിഗതികൾ മെച്ചപ്പെട്ട ശേഷം പോലീസ് സംരക്ഷണയിൽ സർവീസ് ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ അറിയിച്ചു. സ്ഥിതിഗതികൾ അല്പം മെച്ചപ്പെട്ടാൽ പോലീസ് സഹായത്തോടെ സർവീസ് നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണവും KSRTC ജീവനക്കാർ അവിടെ നടത്തിയിട്ടുണ്ട്. ഓണം ആഘോഷിക്കാൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം 2 പ്രത്യേക ട്രെയിൻ സർവീസ് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മലയാളികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2 സ്പെഷ്യൽ ട്രെയിനുകൾ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഓണത്തിന് ശേഷം തിരിച്ച് ബംഗളൂരിലേക്ക് മടങ്ങുന്നവർക്കായി പ്രത്യേക ട്രെയിൻ തിരുവോണ ദിവസം സർവീസ് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.